വർഷങ്ങളായിട്ടുള്ള ആവശ്യപ്രകാരം അതിന് ഈ രീതിയിൽ ബലം കണ്ട് കാണുന്നത് വളരെയധികം സന്തോഷം തരുന്ന കാഴ്ച തന്നെയാണ്. നാഷണൽ ഹൈവേക്ക് ഇതുവഴി വലിയ രീതിയിലുള്ള ബെനിഫിറ്റാണ് ഇനി കിട്ടാൻ പോകുന്നത്. നമസ്കാരം. കുറേ ദിവസമായി തിരുവല്ലം ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ സ്റ്റാറ്റസ് എന്താണെന്ന് വന്ന് കണ്ടറിഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കാൻ പോകുന്നതും നമ്മുടെ തിരുവല്ലം ഓൾഡ് ബ്രിഡ്ജിന് സമീപത്തായിട്ട് നിർമ്മാണം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന പുതിയ ബ്രിഡ്ജിൻ്റെ നിർമ്മാണ പുരോഗതി കണ്ട് മനസ്സിലാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ തന്നെയാണ്. ഏകദേശം ഒരു 2-3 മാസങ്ങൾക്ക് മുന്നിലായിട്ട് നമ്മൾ വന്ന് ഇതിൻ്റെ ഒരു നിർമ്മാണ പുരോഗതി കൃത്യമായിട്ട് കവർ ചെയ്തതാണ്. അന്ന് അതിൻ്റെ ഒരു ബേസിക് സ്റ്റേജസിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ആവശ്യമായ തൂണുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആവാത്ത ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ എന്നത് വന്ന് കവർ ചെയ്തത്. എന്തുകൊണ്ട് ഈ തരത്തിൽ നമ്മുടെ തിരുവല്ലം ബ്രിഡ്ജിന് പാരലായിട്ട് മറ്റൊരു പുതിയ ബ്രിഡ്ജ് എന്നുള്ളതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം ഇതുവഴി യാത്ര ചെയ്തവർക്ക് കൃത്യമായ രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം വലിയ രീതിയിലുള്ള ഒരു ട്രാഫിക് കൺഫ്യൂഷനും അതുപോലെ തന്നെ ഒരു ട്രാഫിക് കൺജഷനുമാണ് തിരുവല്ലം ഭാഗത്ത് വർഷങ്ങളായിട്ട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ളൊരു സൊല്യൂഷൻ എന്നുള്ള നിലയ്ക്കാണ് ഈ ഒരു പാരലായിട്ടുള്ള ഒരു ബ്രിഡ്ജ് എന്നുള്ളൊരു രീതിയിലേക്ക് വന്നത്. എന്തുകൊണ്ടും ഈ വരുന്ന ഒരു ബ്രിഡ്ജോടുകൂടി വലിയ രീതിയിൽ ഇതുവഴിയുള്ള ട്രാഫിക് ഇഷ്യൂസിന് ഒരു പരിഹാരമാവും എന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. ഇനി ഇതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്, അന്ന് ഉണ്ടായിരുന്നതിൽ നിന്ന് വന്ന പ്രധാന ചേഞ്ചസ് എന്ന് പറഞ്ഞത് ആവശ്യമായ എല്ലാ തൂണുകളുടെയും നിർമ്മാണം പൂർണ്ണമായിട്ടും പൂർത്തിയായി എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഗർഡറുകളുടെ വർക്കിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്കൊരു 6 മാസത്തിൽ തന്നെ ഇതുവഴി ഗതാഗതം സ്ഥാപിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. നാഷണൽ ഹൈവേയിലെ അപ്പ് ആൻഡ് ഡൗൺ ട്രാഫിക്, അതായത് കോവളം ഭാഗത്ത് നിന്ന് വരുന്നതും അതുപോലെ തന്നെ കുമരിച്ചന്ത ഭാഗത്തു നിന്നും വരുന്ന നാഷണൽ ഹൈവേ അതുവഴി കടന്നു പോകുന്നു എന്ന് എല്ലാവർക്കും അറിയാൻ കഴിയും. അത് ഈ പഴയ ബ്രിഡ്ജിലൂടെ തന്നെയാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ അമ്പലത്തറ ഭാഗത്ത് നിന്ന് വരുന്ന റോഡൂടെ കണക്ട് ചെയ്യുമ്പോൾ കൃത്യമായ രീതിയിൽ എങ്ങനെയാണ് ഇതുവഴി യാത്ര ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ലാത്തൊരു സിസ്റ്റമാണ് തിരുവല്ലത്ത് ഇപ്പം നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പാരലായിട്ടുള്ള ഒരു ബ്രിഡ്ജ് കൊണ്ടുവന്ന് നമുക്ക് ലോക്കൽ ട്രാഫിക്കിനെ എങ്കിലും ഈ പറഞ്ഞ ബ്രിഡ്ജിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ നാഷണൽ ഹൈവേയെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിക്കേണ്ടി വരില്ല എന്ന് വരുന്നത് വളരെയധികം ഗുണമാണ്. കാരണം ഈ ഭാഗത്ത് ഒരുപാട് ആക്സിഡൻസും മറ്റു കാര്യങ്ങളും തുടർക്കഥയാണെന്ന് പലർക്കും അറിയാം. അതുപോലെ തന്നെ ന്യൂസിലും മറ്റു കാര്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടതുമാണ്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ഒരു നിർമ്മാണ പുരോഗതി കൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ നമുക്കിവിടുത്തെ എല്ലാ ഇഷ്യൂസും സോൾവ് ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ചില ഭാഗത്ത് ഇപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, ഗർഡറുകളുടെ നിർമ്മാണം ആരംഭിച്ചതായിട്ടും കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ ഇതേ മൊമെൻറ്റത്തിൽ തന്നെ വർക്ക് മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു 6 മാസത്തിൽ ഇതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനവും അതുപോലെ തന്നെ ആവശ്യമായ മറ്റ് കാര്യങ്ങളിലേക്കും കടക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി അറിയേണ്ടത് ഇതിൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസിനെ കുറിച്ചിട്ടാണ്. 10 കോടി രൂപ ചെലവിൽ NHAI നാഷണൽ ഹൈവേ അതോറിറ്റീസ് ഓഫ് ഇന്ത്യയാണ് ഈ പറയുന്ന ബ്രിഡ്ജിനെ ഇവിടെ നിർമ്മാണത്തിലേക്ക് കൊണ്ടുവന്നത്. 360 മീറ്റർ നീളവും 12 മീറ്റർ വീതിയിലുമാണ് ഈ ബ്രിഡ്ജ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ പുതിയ ബ്രിഡ്ജിലേക്ക് ആവശ്യമായ സ്ട്രീറ്റ് ലൈറ്റുകളും 2 സൈഡിലേക്ക് കാൽനടക്കാർക്കായിട്ട് 1.5 മീറ്റർ വരുന്ന ഫുട്പാത്തുകളും ഈ നിർമ്മാണ പ്രവർത്തനത്തിനോടൊപ്പം ഉണ്ടാവുമെന്ന് തന്നെയാണ് NHAI അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബേസിക്കലി ഈ ഒരു ബ്രിഡ്ജിൻ്റെ സ്പെസിഫിക്കേഷനേക്കാൾ ഉപരി നമുക്ക് ഇവിടുത്തെ ഒരു മൊത്തത്തിലുള്ളൊരു ട്രാഫിക് സംസ്കാരത്തിന് തന്നെ മാറ്റം കൊണ്ടുവരാൻ പറ്റും. അത് ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ള ഒരു പ്രദേശം എന്നുള്ള നിലയ്ക്ക് പ്രദേശവാസികൾക്കും വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഫ്രീക്വൻ്റ് ആയിട്ട് യാത്ര ചെയ്യുന്നവർക്ക് ഈ നാഷണൽ ഹൈവേയിലേക്ക് 2 ഇടറോഡുകളിൽ നിന്ന് വന്ന് കയറേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ സിംഗിൾ ലൈനാണോ ഡബിൾ ലൈനാണോ അറിയാൻ രീതിയിലാണ് ഇതുവഴി വാഹനങ്ങൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബ്രിഡ്ജ് വരുന്നതോടുകൂടി കൃത്യമായ രീതിയിൽ എല്ലാവർക്കും ഒരു ക്ലാരിറ്റി വരികയും നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ സുഗമമായിട്ടും സേഫായിട്ടും യാത്ര ചെയ്യാവുന്നൊരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഈ സ്ട്രെയിറ്റ് ആയിട്ട് കാണുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൻ്റെ സൈഡിലാണ്. നമുക്ക് ഈ പറഞ്ഞ പരശുരാമ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഭാഗത്ത് തന്നെയാണ് ഈ ബ്രിഡ്ജ് വന്ന് ഇറങ്ങുന്നതും. അതുകൊണ്ട് തന്നെ നാഷണൽ ഹൈവേ ഒരു രീതിയിലും ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ ഇതുവഴിയുള്ളൊരു പുതിയ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഏറ്റവും ആപ്റ്റായ വളരെയധികം കൃത്യമായ രീതിയിലുള്ളൊരു എക്സിക്യൂഷൻ ആണ് എന്ന് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം.
പിന്നെ കണ്ടപ്പോൾ മനസ്സിലായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന പഴയ ബ്രിഡ്ജിന് സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ള സേഫ്റ്റി നെറ്റ്സുകൾ പല ഭാഗത്തും മോശം സിറ്റുവേഷനിലാണ്. ഞാൻ അതിൻ്റെ ഗ്യാപ്പ് വഴിയാണ് ഇപ്പോൾ ഈ പറയുന്ന ഫുട്ടേജുകളെല്ലാം ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ രീതിയിലുള്ള സേഫ്റ്റി നെറ്റുകളുടെ മെയിൻ്റനൻസ് കൂടെ കൃത്യമായ രീതിയിൽ അവർ അല്ലെങ്കിൽ ചെയ്യണമെന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. കാരണം പൂർണ്ണമായ രീതിയിലുള്ളൊരു സേഫ്റ്റിയും ഈ പറഞ്ഞ രീതിയിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുവഴി ആവശ്യമായ ഇലക്ട്രിക് പൈപ്പ് ലൈനുകളും മറ്റും കടന്നു പോകുന്നതും കാണാൻ പറ്റിയിരുന്നു. പുതിയ ബ്രിഡ്ജ് വരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിൻ്റേതായ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷയും എനിക്കുണ്ട്. ആക്ച്വലി ഇത് ഇത്രത്തോളം ഡിലേ ചെയ്യേണ്ടി വരുന്ന ഒരു പ്രോജക്റ്റ് തന്നെ ആയിരുന്നില്ല. കാരണം ടെമ്പിളുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ആർക്കിയോളജിക്കൽ ബുദ്ധിമുട്ടുകളും കാരണം, ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബുദ്ധിമുട്ടുകളും കാരണം ഒരുപാട് രീതിയിൽ ഇതിൻ്റെ നിർമ്മാണം സ്ലോ ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നിരുന്നു. അത് നിർമ്മാണത്തിൻ്റെ അപ്രൂവൽ ആണെങ്കിലും നിർമ്മാണം തുടങ്ങിയ ശേഷമാണെങ്കിലും കൃത്യമായ രീതിയിലൊരു ഏകോപനക്കുറവ് കൊണ്ട് തന്നെ, ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഏകോപനക്കുറവുകൾ കൊണ്ട് തന്നെ ഈ പ്രോജക്റ്റ് ഒരുപാട് ഡിലേ ആയി എന്ന് തന്നെ വേണം പറയാൻ. എന്ത് തന്നെയാണെങ്കിലും നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് വീണ്ടും അനലൈസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു.